യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അലമേലു വ്ളോഗ്സ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറയാണ്ടായിരുന്നു തൃശ്ശൂർ പൂരം എക്സിബിഷന് പോകണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞാനും പപ്പയും മമ്മിയും പിള്ളേരാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെയിലാവുന്നതിൻ്റെ മുമ്പ് അങ്ങോട്ട് എത്താമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് മെയിൻ റോഡിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ചാലശ്ശേരിക്ക് എത്തി. ഇനി അവിടെ നിന്ന് അങ്ങനെ കുന്നംകുളത്തേക്ക് ബസ് കയറാനാണ്. അപ്പോൾ അവിടെ പോയിട്ട് മാറി തൃശ്ശൂർക്ക് കയറാനാണ്. ഇവിടെ നിന്ന് ഡയറക്റ്റ് തൃശ്ശൂർ ബസ് കിട്ടാൻ എളുപ്പമല്ല. അങ്ങനെ ഞങ്ങൾ കുന്നംകുളത്തേക്ക് എത്തിയതിന് ശേഷം തൃശ്ശൂർ സ്റ്റാൻഡിൻ്റെ അവിടേക്ക് പോവാണ്. അപ്പോൾ കുറച്ച് നേരം നിന്നപ്പോൾ ഒരു ബസ് വന്നു. അതിൽ കയറി ഏകദേശം ഒരു 9:30 ആകുമ്പോൾ തൃശ്ശൂർക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ലൊരു ഹോട്ടലാണ്. എല്ലാ പ്രാവശ്യവും കയറാറുള്ളതാണ്, വെജിറ്റേറിയൻ ഹോട്ടൽ. ഇന്നലെ കയറിയപ്പോൾ നല്ല തിരക്കാണ് അവിടെ. അപ്പുറത്ത് അമ്പലത്തേക്കൊക്കെ വന്നിട്ടുള്ള ആൾക്കാരും എല്ലാവരും ഒരു ഭയങ്കര തിരക്കാണ്. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡ് കിട്ടിയത്. അങ്ങനെ മസാല ദോശയും ചായയും ഉഴുന്നുവടയൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എക്സിബിഷൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എക്സിബിഷനിൽ ഇപ്രാവശ്യം ടിക്കറ്റ് റേറ്റ് 35 രൂപയാണ്. അപ്പോൾ ഞങ്ങളത് 5 ആൾക്ക് ടിക്കറ്റ് എടുത്തു. അപ്പോൾ ആ സമയത്താകുമ്പോൾ ആൾക്കാർ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് സുഖമായിരുന്നു. ഇന്നലെ കണ്ട് പുറത്തേക്ക് വരുന്ന സമയം വരെ തിരക്കുണ്ടായിരുന്നില്ല. പിന്നീട് തിരക്ക് കൂടി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് എക്സിബിഷൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ കയറുമ്പോൾ തന്നെ അവിടെ ഐ ലവ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡയറക്റ്റ് കയറിയത് ഫസ്റ്റ് തന്നെ ചവിട്ടിയുടെയും ബെഡ്ഷീറ്റിൻ്റെയും കടകളിലാണ്. അപ്പോൾ ഒരുപാട് ചവിട്ടികളും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളതൊന്നും വാങ്ങിച്ചില്ല, അതൊക്കെ ഒന്ന് കണ്ടു. കുഴപ്പമില്ല, നല്ല കോട്ടൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചവിട്ടികളായാലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, നമ്മുടെ വിലയ്ക്കനുസരിച്ചിട്ടുള്ള ചവിട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് നടന്നപ്പോൾ ടോയ്സുകളുടെ ഷോപ്പ് ഉണ്ട്. അപ്പോൾ കുഞ്ഞാവ് പറഞ്ഞു അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ചു. പിന്നെ അടുത്ത സ്റ്റാളിൽ പോയാൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ പോണ വഴിക്കുള്ള ഓരോ കാര്യങ്ങളും കാണുമ്പോഴും കുഞ്ഞാവ് പറയും ഓരോന്ന് വേണമെന്നുള്ളത്. അത് മേടിക്കൽ മാത്രമല്ലേ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂക്ഷ്മത ഇല്ല. അതുകൊണ്ട് ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല കുഞ്ഞാവയ്ക്ക്. പിന്നെ അവിടെ നിന്ന് കിടന്നു കഴിഞ്ഞാൽ സോഫകൾ, അങ്ങനത്തെ സെറ്റിങ്സുള്ള അലമാരകളൊക്കെ ഉള്ള ഒരു സ്റ്റാൾ കണ്ടു. മേശ, അങ്ങനത്തെ കസേരകളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ കണ്ട പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ ഉള്ളത്. പിന്നെ ആ സൈഡിൽ മാലയും വളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊന്നും കിടന്നില്ല, അത് ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ ആ വഴിക്കൂടെ നിന്നില്ല. പിന്നെ മമ്മി ഇത് കുറച്ച് ചീനച്ചട്ടികളൊക്കെ നോക്കിയിട്ടുണ്ട്. കാസ്റ്റാൻ്റെ തോന്നുന്നു 450 രൂപയൊക്കെ പറഞ്ഞത് ഇതിൻ്റെ റേറ്റ്. അതുപോലെ ചിരട്ടക്കയിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഞങ്ങൾ 20 രൂപ ഏതെടുത്താലും 20 രൂപ എടുത്തിട്ടുള്ള സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ പോണ വഴിക്ക് 3 സോക്സ് 100 രൂപ. പിന്നെ വാച്ചുകൾ, അങ്ങനെ ഒരുപാട് കടകളുണ്ട്. പിന്നെ ചിരട്ടക്കയിലുകൾ, സ്പൂണ്, അങ്ങനെ ചിരട്ടയുടെ ഐറ്റംസൊക്കെ ഉള്ള കടകളുണ്ട് അവിടെ. എന്നാലും കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം എക്സിബിഷന് പോകുന്ന ടൈമിൽ ഭയങ്കര തിരക്കാണ്. നമുക്ക് നടക്കേണ്ടി വരില്ല, ബാക്കിൽ നിന്ന് അങ്ങനെ ഉന്തലായിരുന്നു. ഇത് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഡയമണ്ട് ഗ്ലാസ് 5 എണ്ണം 100 രൂപ. ഇത് കഴിഞ്ഞ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഹാങ് ചെയ്ത് കിടക്കുന്ന ഗ്ലാസ്സുകൾ, കപ്പുകൾ. ഒരു കുഴപ്പമില്ല, ഇപ്പോഴും ഉണ്ട് ഞങ്ങളവിടെ. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട്, പലാസോ, പിന്നെ കോട്ടൺ ടോപ്സുകൾ, അതിനൊക്കെ അവരുടെ ഫിക്സ്ഡ് റേറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുഞ്ഞാവയ്ക്കും വലിയവയ്ക്കും വാവയ്ക്കൊരു ക്രോപ്പ് ടോപ്പും കുഞ്ഞാവയ്ക്കൊരു കോട്ടൻ്റെ ഉടുപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതാ കണ്ട വളകൾ, മാലകൾ, സ്ലൈഡുകൾ, ക്ലിപ്പുകൾ, ക്രാബുകൾ. നല്ല വിലയായിരുന്നു കേട്ടോ. ക്രാബിന് എല്ലാത്തിനും വില ചോദിച്ചപ്പോൾ 30 രൂപ പറഞ്ഞത് അതിന്. പിന്നെ ഹെയർ ബാൻഡ്സുകളുണ്ട്, ഇതൊന്നും പിന്നെ വാങ്ങിച്ചില്ല. അതുപോലെ പേഴ്സുകൾ, ബാഗ്, പേഴ്സ്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും ഞങ്ങൾ വില ചോദിച്ചിട്ടില്ല, അത് കണ്ടപ്പോൾ നിർത്തുന്നു മാത്രം. അതുപോലെ തന്നെ പലതരത്തിലുള്ള ചെരുപ്പുകൾ, രാജസ്ഥാൻ അങ്ങനത്തെ ഒക്കെ മോഡലുള്ള ചെരുപ്പുകളുണ്ടായിരുന്നു. ഷോ വർക്ക് കൂടുതലുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏതെടുത്താലും 30 രൂപയ്ക്ക് പഴയകാല മിഠായികളുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൽ നമ്മൾ ചെറുപ്പക്കാലത്ത് സ്കൂളിലൊക്കെ പോകുമ്പോൾ വാങ്ങിച്ചിട്ടുള്ള മിഠായികളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ കഴിഞ്ഞൊരു 5-6 ഐറ്റം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇവർക്ക് ഇഷ്ടമായില്ല തന്നെ. അപ്പോൾ ഇപ്രാവശ്യം ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പുളിയച്ചാർ, പിന്നെ ഇമ്മിലി, പിന്നെ ജെല്ലി മിഠായി, അങ്ങനത്തെയൊക്കെയാണ് ഇപ്രാവശ്യം വാങ്ങിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചൊക്കെ വേസ്റ്റായി. ഈ ട്യൂബിലത്തെ മിഠായി ചെറുപ്പത്തിലൊക്കെ തിന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പഞ്ചസാര തരിയായിട്ടുള്ള മിഠായിയാണ്, അത് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, അതൊന്നും കഴിക്കില്ല. പിന്നെ
ജെല്ലിയുടെ ടൈപ്പിൻ്റെ കുറേ മിഠായികളുണ്ടായിരുന്നു. പിന്നെ പലതരം പപ്പടങ്ങൾ നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ പല ഷേപ്പുകൾ വരുന്ന പപ്പടങ്ങളില്ല, അതൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റാറിൻ്റെ ലവിൻ്റെ ഒക്കെ ഷേപ്പിലുള്ള പപ്പടങ്ങളുണ്ട്. അതുപോലെ പേന, പെൻസില്, റബ്ബർ, കട്ടർ, കീ ചെയിൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ സർവത്തുകൾ, നെല്ലിക്ക, കാന്താരി അങ്ങനത്തെ ബോട്ടിൽസിലൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പാറ്റയ്ക്കും പല്ലിക്കും അവനൊക്കെ ഓടിക്കാനുള്ള തരത്തിലുള്ള മരുന്നുകളുണ്ട്. അതുപോലെ ചെതല്, ഉറുമ്പ് ഇതൊക്കെ വരാതിരിക്കാനുള്ള മരുന്നുകളാണ് ഈ ബോട്ടിലിരിക്കുന്നത്. അതിൽ ചെറിയ ബോട്ടിലിന് 100 മില്ലിക്ക് 100 രൂപയും 200 ml 170 രൂപയാണ്. ഞങ്ങളൊരു ചെറിയ ബോട്ടിൽ വാങ്ങിച്ചു ചെതലിനൊക്കെ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അത് അടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതാ പാറ്റയ്ക്ക് ഓടിക്കാനുള്ള പാറ്റ ഗുളിക അങ്ങനത്തെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കത്തി ഐറ്റംസ് ഉണ്ട്, വാളുകൾ, പിന്നെ വെട്ടുകത്തി അങ്ങനത്തെ ടൈപ്പുകളുള്ള ഐറ്റംസ് അവിടെ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് തുടയ്ക്കാനുള്ളൊരു ഇതാണ്, അതിൽ തന്നെ വെള്ളം സെറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. പിന്നെ ടോയ്സുകളുണ്ട്, ഇത് ബാഗുകൾ, പലതരത്തിലുള്ള ജൂട്ട് ബാഗുകളാണ് കേട്ടത്. കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വിത്തുകൾ, ഇവിടെ നിന്ന് പപ്പ 2-4 വിത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ചെടികളുണ്ടായിരുന്നു, അതിന്മേ ഇതാണ്ട ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, അതിൻ്റെ തന്നെ വിത്തുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗുജറാത്തി മിക്സ്ചറുകൾ കുറേ ഐറ്റംസ് അവിടെ ഇരിക്കുന്നത്, നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ അവർ തരുന്നുണ്ട് കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വാങ്ങിച്ചില്ല. അതുപോലെ തന്നെ ഐസ്ക്രീം കൗണ്ടറുകളുണ്ട്. അപ്പോൾ ഇത് ഒരു ഐസ്ക്രീമിന് തന്നെ 40 രൂപ 50 രൂപയ്ക്ക് വരണേ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഹോട്ട് ബാഗുകളുണ്ട്, അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഹോട്ട് ബാഗുകൾ 200 രൂപയാണ് ഒരു ബാഗിന്. അപ്പോൾ അതിൽ നമുക്ക് ചൂടുവെള്ളം വെച്ചിട്ട് നമുക്ക് വേദന ഉള്ളിടത്തൊക്കെ ചൂട് പിടിക്കാൻ നല്ലതാണ്. പിന്നെ അക്വേറിയംസ്, അതിൻ്റെ ഉള്ളിൽ കണ്ട മീനുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞൊരു മീനെ വാങ്ങിച്ച് നമുക്ക് പോകുന്നത്, പക്ഷെ അത് വീട്ടിലേക്ക് എത്തണ വരെ സേഫ് അല്ലാന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങളത് വാങ്ങിച്ചിട്ടില്ല. പിന്നെ അതുപോലെ കുറേ 3D ഫോട്ടോസുകൾ ഉണ്ടായിരുന്നു കേട്ടോ. മറിയാം, ആന, പുലി, യേശുവിൻ്റെ രൂപങ്ങൾ, പിന്നെ കഥകളി, അങ്ങനെ ഒരുപാട് 3D ഫോട്ടോസ് ഉണ്ട്. നല്ല സൂപ്പറായിരുന്നു. നമുക്ക് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ലൈറ്റാണ് ഇരുന്നത്. അതിപ്പോൾ ലൈറ്റ് കുറവായത് കൊണ്ടാണ് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലാരിറ്റി കാണില്ല അവിടെ. ഡയറക്റ്റ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ ഫ്രഷ് ലൈം, സോഡ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആൻറ്റിക് കളക്ഷൻസൊക്കെ അവിടെ കാണാനുണ്ട്. കണ്ട ഇതൊരു ആമയുടെ ഷേപ്പിലുള്ളതാണ് കേട്ടോ, അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അവിടെ തന്നെ ആൻറ്റിക് കളക്ഷൻസ് കണ്ട കുറേ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ സ്റ്റാളിലേക്ക് കടന്നപ്പോൾ അവിടെ ജലം ശുദ്ധീകരിക്കുന്ന ഒരു ഐറ്റം വിൽക്കണ കടയാണ് കേട്ടോ അത്. അവർ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ വെജിറ്റബിൾ കട്ടേഴ്സൊക്കെ, വെജിറ്റബിൾ ചോപ്പ് ചെയ്യുന്നത് അതൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അപ്പുറത്തെ സ്റ്റാളുകളിൽ ഇങ്ങനെ നമ്മുടെ കുട്ടികൾ ബബിൾസ് വീണതില്ലേ, ആ ബബിൾസ് വീണ ഐറ്റംസിൻ്റെ പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഇത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന നമ്മുടെ ക്ലോക്കുകൾ, ലൈറ്റുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കഥകളിയുടെ ഒരു ഇതുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് കുഞ്ഞാടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് ചെറുതായിട്ട് വെയിലൊക്കെ സ്റ്റാർട്ടായി ഉണ്ടായിരുന്നു. അതിന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ആ പോകുന്ന സമയത്തൊരു ഫിലിമിൻ്റെ കട്ടൗട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലേ, അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ നെല്ലിക്ക സംഭാരം വിറ്റിരുന്നു ഒരു ബോട്ടിൽ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്. നെല്ലിക്ക സംഭാരം 40 രൂപയായിരുന്നു അതിനെ. പിന്നെ അവിടെ നമ്മുടെ ISROൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി അതിൻ്റെ ഉള്ളിൽ നമുക്ക് വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഗ്രഹങ്ങളിൽ നമ്മുടേതായ വെയിറ്റുകൾ എത്രയാണെന്ന് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വലിയൊരു സണ്ണിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് നേരമൊക്കെ നടന്നു കണ്ട് ചാന്ദ്രയാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കാണാനുണ്ട്. അതിനെക്കുറിച്ച് അവർ നന്നായിട്ട് വിശദീകരിച്ചിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കടന്നു. പിന്നെ നമ്മളുടെ മുള കൊണ്ടുള്ള പുട്ടുംകുറ്റി, ചിരവ, പിന്നെ കുറേ ചെടികൾ അങ്ങനെയൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ ആ റെസ്റ്റ് ചെയ്യാനൊരു ഓഡിറ്റോറിയം ഇല്ലേ അവിടെ വന്നിരുന്നു. അപ്പോൾ വരുമ്പോൾ സ്ട്രോബെറിയുടെ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് എല്ലാവരും അവിടെ ഇരുന്നിട്ട് കഴിക്കണം. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞു അവിടെ ഇരുന്നതിൻ്റെ ശേഷം പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഇപ്പോൾ അപ്പുറത്ത് കൂത്താമ്പുള്ള ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷോപ്പിൽ പോയി അവിടെ നിന്ന് ബെഡ്ഷീറ്റും പിന്നെ തോർത്തും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് നിർത്തിയിട്ടില്ല. പിന്നെ വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഓരോ സ്റ്റാളുകളുണ്ടായിരുന്നു. പിന്നെ ഓരോ റൂമുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൻ്റെയും
പിന്നെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും അങ്ങനെയൊക്കെ ഓരോ നമുക്ക് നൽകുന്ന വിവരങ്ങൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. അപ്പോൾ അവിടെ കാണുന്ന കുറച്ച് രൂപങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇത് ജാമ്പവാൻ്റെ കാലത്ത് എന്നൊക്കെ പറയാറില്ലേ, ആ ജാമ്പവാൻ്റെ ഒരു രൂപം അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെയൊക്കെ പൂതന, ബ്രഹ്മാവ് അങ്ങനെ ഓരോന്നിനും കുറിച്ചിട്ട് അവിടെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ അവിടെ നിന്നാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ ചെടികളുടെ നഴ്സറി പോലത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം അതൊക്കെ ഇങ്ങനെ വെയിലത്ത് വാടി ഉണങ്ങിയിരിക്കുന്ന പോലെയായിരുന്നു. പുറത്തേക്ക് എത്തി ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തു, വെള്ളമൊക്കെ കുടിച്ച് മുഖമൊക്കെ കഴുകി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത്. ഞങ്ങൾ റോട്ടിൽ കൂടെ സൈഡിൽ കൂടെ കുറച്ച് അങ്ങോട്ട് നീങ്ങിയതിന് ശേഷം ഒരു ഹോട്ടൽ കണ്ടു കേട്ടോ. അപ്പോൾ ഹോട്ടലിൽ കയറി പപ്പ ചോറാണ് കഴിച്ചത്. ഞങ്ങൾ 2 ബിരിയാണി ഓർഡർ ചെയ്തു. അധികം വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഊണ് കഴിച്ചിട്ട് തൃശ്ശൂർ പാർക്കിലേക്ക് എത്തിയിട്ടാണ്. അവിടെ ഇരുന്നിട്ട് പിന്നെ പുളിയച്ചാർ കഴിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ നിന്നും കുൽഫി ഇല്ലേ, കലത്തിലത്തെ ഐസ്ക്രീം, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഒരു 6:30 ആകുമ്പോൾ ചാലിശ്ശേരിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. എല്ലാവരും ചായയൊക്കെ കുടിച്ചു. ഒരു 7 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസിൻ്റെ വീഡിയോസ് ഞങ്ങൾ അടുത്തതായിട്ട് ഇടും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ ബൈ.